നമസ്കാരം. വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ട് മോഷ്ടിച്ചു എന്നാരോപിക്കുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണ്. തോക്ക് ചൂണ്ടി പേടിപ്പിച്ചാൽ പേടിക്കില്ലെന്നും 3 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഒരുമിച്ച് നടത്തിയ അസാധാരണ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെഷീൻ റീഡബിളായ ഡിജിറ്റൽ പട്ടിക പുറത്തുവിടാത്തത് സ്വകാര്യതാ ലംഘനം ഉണ്ടാകും എന്നതുകൊണ്ടാണ് എന്നാണ് കമ്മീഷന്റെ വിചിത്രമായ വാദം. CCTV ദൃശ്യങ്ങൾ നൽകാത്തതിനും സമാനമായ ദുർബല ന്യായമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത്. കമ്മീഷന് മോദിയുടെ ശബ്ദമാണ് എന്ന് കോൺഗ്രസ് പരിഹസിച്ചു. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ എന്നോടൊപ്പം ശ്രീ വി ശിവദാസൻ CPIM-ന്റെ രാജ്യസഭാ MP, ശ്രീ M ലിജു കോൺഗ്രസ് നേതാവ്, ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ BJP നേതാവ് എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് ജയസൂര്യൻ, രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തെ പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി എടുത്ത് അതിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് മഹാദേവപുര എടുത്ത് അവിടെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ള അപാകമാണ് ചൂണ്ടിക്കാണിച്ചത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാദേവപുര നിയമസഭാ സെഗ്മെന്റിൽ മാത്രം 1,250,000 വ്യാജ വോട്ടുകളുണ്ട്. അതിൽ 11,965 ഇരട്ട വോട്ടുകളാണ്. 40,009 വ്യാജ അഡ്രസ്സിലുള്ള വീട്ടു നമ്പറും അച്ഛൻ്റെയും അതുപോലെ തന്നെ മറ്റ് വിവരങ്ങളുമൊക്കെ വ്യാജമായി ചേർത്ത വോട്ടാണെന്നുള്ളതാണ്. 10,482 വോട്ട് ബൾക്ക് വോട്ടർമാരാണ്. എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റൂമിൽ 80-90 പേരെ വോട്ട് ചേർത്ത സംഭവം. പിന്നെ 4,132 വോട്ട് വ്യക്തതയില്ലാത്ത ഫോട്ടോ ഉള്ള വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ട വോട്ടുകളാണ്. ഫോം 6 ഉപയോഗിച്ച് കന്നി വോട്ടർമാരായി ചേർന്ന 33,692 പേർ, 65-70 വയസ്സൊക്കെ ഉള്ള ആളുകളാണ് കന്നി വോട്ടർമാരായി ചേർന്നത്. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ ക്രക്സ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ എണ്ണി മറുപടി പറയുകയും ഇതൊക്കെ വസ്തുതാവിരുദ്ധമാണെന്ന് സ്ഥാപിക്കുകയും നമ്മുടെ ജനാധിപത്യം നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുകയാണ് എന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കേവല വാചാടോപത്തിന് അപ്പുറത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, വോട്ട് ചോരി, വോട്ട് മോഷണം എന്ന് പറയുന്നത് ഭരണഘടനയെ അവഹേളിക്കലാണെന്നും പറഞ്ഞുപോയി. ഇതുപോലെ ഉണ്ടയില്ലാത്ത വെടിവെക്കാൻ വേണ്ടിയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചത്? രാഹുൽ ഗാന്ധി എന്താണോ ചോദിച്ചത് അതിന് തക്ക മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് കാരണവുമുണ്ട്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണല്ലോ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രക്രിയ എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഈ വ്യാജ വോട്ട് അല്ലെങ്കിൽ കള്ള വോട്ട് അതല്ലെങ്കിൽ ഇരട്ട വോട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് നേരിടാനും അത് തടയാനും അത് തിരുത്താനും ഒക്കെയുള്ള അവസരം 1-2 തവണയല്ല 6 തവണ ലഭിക്കുന്നുണ്ട്. അതായത് കരട് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആ കരട് വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കണം, എന്നിട്ട് അതിൽ തിരുത്തലുകൾ കൊടുക്കണം. ഇനി അതല്ല, സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനെതിരെ ആക്ഷേപങ്ങൾ കൊടുക്കാം. ഇനി അതല്ല, മൂന്നാമത് സപ്ലിമെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട്. ആ സമയത്ത് ആ സപ്ലിമെന്റ് ലിസ്റ്റിലും കാര്യങ്ങൾ പൂർണ്ണമായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും പരാതിപ്പെടാം. ഇനി അതുമല്ല, ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ബൂത്തിൽ വെച്ച് വോട്ടേഴ്സ് ലിസ്റ്റിന്റെ മാർക്ക്ഡ് കോപ്പി രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാർക്ക് നൽകുന്നുണ്ടല്ലോ, അപ്പോഴും അത് പരിശോധിച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ അവിടെയും ചൂണ്ടിക്കാണിക്കാം. ഇനി അതും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അഞ്ചാമതായിട്ട് കള്ളവോട്ടുകാരൻ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിലെത്തുമ്പോൾ പാർട്ടിയുടെ ബൂത്ത് ഏജന്റ് അവിടെ ഉണ്ടല്ലോ, അവിടെ ചലഞ്ച് ചെയ്യാം. ഇനി ചലഞ്ച് ചെയ്യാനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്കിൽ 45 ദിവസത്തിനകം നിയമപരമായി കോടതിയെ സമീപിക്കാം. ഈ പറഞ്ഞ 6 അവസരങ്ങൾ ഉണ്ടായിട്ടും 6 കാര്യങ്ങളും ചെയ്യാത്ത രാഹുൽ ഗാന്ധി മാസങ്ങൾക്ക് ശേഷം ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ഉന്നയിക്കുന്ന കാര്യത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും എന്നല്ലേ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിച്ച കുട്ടിയൊന്നും അല്ലല്ലോ രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ആരോപണത്തിൽ 1,250,000 വോട്ടുകൾ വ്യാജമാണ് എന്ന ആരോപണത്തിൽ ഒന്നും പറയാനില്ലേ എന്ന ഒന്നാമത്തെ ചോദ്യം. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ കരട് വോട്ടർ പട്ടിക, അന്തിമ വോട്ടർ പട്ടിക എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മുടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എടുത്താൽ അവിടെ 1,19,000 വോട്ട് ചേർത്തത് ഈ സപ്ലിമെന്ററി ലിസ്റ്റ് വന്ന ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പിന്നെ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഘട്ടത്തിൽ. അതുപോലെയാണ് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ളത് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കേണ്ടതായ കാരണങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് താനും. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ രേഖകൾ ഈ വോട്ടർ പട്ടിക ഡിജിറ്റൽ ഫോർമാറ്റിൽ ലഭ്യമാക്കുന്നു പോലുമില്ല. എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്ന് ചോദിച്ചാൽ 6 മാസം അനേകം മനുഷ്യർ പണിയെടുത്തിട്ടാണ് ഇങ്ങനെ 2-3 അടി ആൾ പൊക്കത്തിൽ വലുപ്പമുള്ള കടലാസ് ഷീറ്റുകൾ വിശകലനം ചെയ്ത് വേണം
വ്യാജമേത് അല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കാൻ, അല്ലാതെ മാർഗമൊന്നുമില്ലല്ലോ. ആ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ രാഹുൽ ഗാന്ധി ഒരു ഡാറ്റ മുന്നോട്ട് വെക്കുന്നു. അത് അഡ്രസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം തെറ്റാണ്, ഈ പറയുന്ന വോട്ടർമാർ ജെനുവിൻ ആയിട്ടുള്ള വോട്ടർമാരാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നെങ്കിൽ അത് രാജ്യത്തിന് ബോധ്യപ്പെട്ടേനെ. അങ്ങനെ പറയാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? അല്ല, ഈ 5-6 അടി പൊക്കമുള്ള ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ പരിശോധിക്കാൻ ഇത്ര മാസം വേണമെന്നൊക്കെ ആരോടായി പറയുന്നത്? ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഒരു രാജ്യമല്ല ഈ രാഷ്ട്രീയ പാർട്ടി, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്ത പാർട്ടിയുമല്ല. ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ ഒരു വ്യക്തി കുത്തിയിരുന്ന് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാ ബൂത്തിലും ബൂത്ത് ഏജന്റുമാരുണ്ടല്ലോ. ആ ബൂത്ത് ഏജന്റുമാരാണല്ലോ ഇത് പരിശോധിക്കുന്നത്. അല്ലാതെ ഇത്രയും 5, 6, 8 അടി പൊക്കമുള്ള ഇത്രയും വലിയ ടൺ കണക്കിനുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അദ്ദേഹം ഇരുത്തുന്ന കുറെ വ്യക്തികൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമല്ലല്ലോ. ലക്ഷക്കണക്കിന് 20 ലക്ഷം പോളിംഗ് ഏജന്റുമാരുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. ഇപ്പൊ ബീഹാറിലാണെങ്കിൽ അവിടെയുമുണ്ട്, കേരളത്തിലാണെങ്കിൽ ഇവിടെയുമുണ്ട്. അപ്പോൾ ബൂത്ത് അടിസ്ഥാനത്തിലാണ്, ബൂത്ത് ഏജന്റുമാരാണ് ഈ കാര്യങ്ങൾ പഠിക്കുകയും അതിന്റെ തെറ്റ് തിരുത്തുകയും ചെയ്യേണ്ടത്. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ചെയ്യുന്ന കാര്യമാണ്, അല്ലാതെ ഒരു രാഹുൽ ഗാന്ധി കുത്തിയിരുന്ന് ചെയ്യേണ്ട കാര്യമല്ല ഇത്. അപ്പോൾ ഇതൊക്കെ വെറും നാടകമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ നാടകം, ഞാൻ ഒന്ന് കാര്യം കൂടെ പറയാം, ഇത്തരം നാടകങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ 2021 നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന, കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞു 4,34,000 ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതേ കാര്യം തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം അന്ന് രമേശ് ചെന്നിത്തല 2021 നിയമസഭ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഉന്നയിച്ചതാ. എന്നിട്ട് എവിടെ പോയി? ആ ഉന്നയിച്ച കാര്യത്തിൽ ഇന്നിപ്പോ രമേശ് ചെന്നിത്തല മിണ്ടുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഇലക്ഷന്റെ മുമ്പും പിമ്പും ഒക്കെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. നിയമപരമായി ഇതിനെ നേരിടാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിനു ശേഷം ഇങ്ങനെയുള്ള പുകമറ സൃഷ്ടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളുടെ മുമ്പാകെ. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആരാ? സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. അപ്പോൾ തന്നെ ഞാൻ ഒരു ഒറ്റ പോയിന്റോടെ പറയട്ടെ. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് 3 പേര് ഡൽഹിയിലുണ്ട്, ഒരാൾ സംസ്ഥാനത്തുമുണ്ട്. അത് കഴിഞ്ഞാൽ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷന്റെ പണിയെടുക്കുന്ന 1.5 കോടിയോളം പേര് ഉദ്യോഗസ്ഥന്മാരാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. 1.5 കോടിയോളം ഉദ്യോഗസ്ഥന്മാർ. ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ, LDFന്റെയും UDFന്റെയും എന്ന് പറയുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെയും അവരുടെ ഘടകകക്ഷികളുടെയും ഒക്കെ ട്രേഡ് യൂണിയനിൽ പണിയെടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ. എന്നാൽ അവരിത് കണ്ടുപിടിക്കണ്ടേ? എന്നിട്ട് അവരിത് പുറത്തുവിടണ്ടേ? ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ തോറ്റു കഴിയുമ്പോൾ പറയുന്ന ചില ന്യായങ്ങളല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല എന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് വേറെ ചോദ്യങ്ങളുണ്ട്, ചോദിക്കാൻ വഴിയെ. ശ്രീ M. ലിജു, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞോ? ഒന്നാമത്തെ ചോദ്യം. 2, തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചൂണ്ടിക്കാണിച്ചതിന്റെ ആകെത്തുക എന്ന് പറയുന്നത് BLAമാർ, ബൂത്ത് ലെവൽ ഏജന്റുമാർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ് ഏറ്റവും താഴെ തട്ടിൽ ഉള്ളത്. ആ വോട്ടിൽ അല്ലെങ്കിൽ ആ പട്ടികയിൽ അനോമലീസ് ഉണ്ട് എങ്കിൽ ആ വോട്ട് നടക്കുന്ന വേളയിൽ ബൂത്തിൽ വെച്ചും കണ്ടസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാതെ പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ് 45 ദിവസത്തിനിടെ കോടതിയിൽ പോവാം എന്നുള്ള നിലയുണ്ട്. അതും ചെയ്യാതെ പിന്നീട് ഇപ്പോ പറഞ്ഞാൽ അതിലെന്ത് കാര്യം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത്. അഭിലാഷ്, യഥാർത്ഥത്തിൽ ഇന്ന് ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നതിന് പകരം സെലക്ഷൻ കമ്മീഷൻ ഓഫ് BJP എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. അപ്പം അദ്ദേഹം അവിടെ നിന്ന് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സ്ഥാപിതമായിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷനെന്നും, ഒരു ജനാധിപത്യ രാജ്യത്തിൽ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടാൽ, വോട്ടുകൾ മോഷണം സംഭവിച്ചാൽ അത് ഭരണഘടനയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത്തരത്തിൽ സംസാരിക്കാനാണ് ഇന്നത്തെ പത്രസമ്മേളനം ഉപയോഗിച്ചത്. ഒരു BJP നേതാവ് യാതൊരു വിധത്തിലുള്ള തങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണങ്ങൾക്ക് ഒരു മറുപടിയും പറയാനില്ലാതപ്പോൾ ഒരു BJP നേതാവ്, ഒരു BJP വക്താവ് എങ്ങനെ സംസാരിക്കുമോ അതുപോലെയാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷണർ സംസാരിച്ചത് എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ച വെറും ഒരു വ്യക്തിയല്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കാളിയായിരിക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് കൃത്യമായ ഒരു ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണത്തിന് മറുപടി ഉണ്ടോ? 11,965 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ അഭിപ്രായമില്ല. ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സിൽ 40,009 വോട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് ഇലക്ഷൻ കമ്മീഷനെതിരെ അഭിപ്രായമില്ല. ബൾക്ക് വോട്ടേഴ്സ്, ഒരു സിംഗിൾ അഡ്രസ്സിൽ 10,452 വോട്ടർമാരുണ്ടെന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ല. ഫോട്ടോസ് ഇല്ലാത്ത 4,132 ഉണ്ടെന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു അതിന് ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല.
മിസ്യൂസ് ഓഫ് ഫോം 6, ആദ്യമായി വോട്ട് ചെയ്യേണ്ട ആളുകൾ ഉപയോഗപ്പെടുത്തേണ്ട ഫോം 6 ദുരുപയോഗം ചെയ്ത് മറ്റ് നിരവധി സ്ഥലങ്ങളിൽ വോട്ടുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തി 33,692 പേരുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആകെ 1,280,000 വ്യാജ വോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ അതിനെ നിഷേധിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ അതിന് പകരം ഒരു ഡിഫൻസ് മുന്നോട്ട് വെക്കുന്നത് ഇത്തരം കൃത്രിമങ്ങളൊക്കെ കണ്ടേക്കാം, അത് ഞങ്ങളുടെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ ബൂത്ത് ഏജൻറ്റിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡിഫൻസ്. അപ്പോൾ അവിടെ നമ്മൾ വളരെ സുപ്രധാനമായ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജൻറ്റുമാരെ കേന്ദ്രീകരിച്ചിട്ടാണോ? അതെനിക്ക് മറുപടി ഉണ്ട്, അത് ഞാൻ രണ്ടാമത് പറയാം. പക്ഷേ ഒരു വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കാണോ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള അടിസ്ഥാനപരമായ ദൗത്യമുള്ളത്? അതല്ല. ഇലക്ഷൻ കമ്മീഷന് ഇരട്ട വോട്ടുകൾ കണ്ടുപിടിക്കാൻ സംവിധാനമില്ല, വ്യാജ വോട്ടർമാരെ കണ്ടുപിടിക്കാൻ സമീപനമില്ല. ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ മാത്രം തീരുമാനിക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ? നമ്മുടെ തിരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാവൂ എന്നുണ്ടോ? അങ്ങനെയല്ലല്ലോ. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് മത്സരിച്ചുകൂടെ? അവർക്ക് BLA-മാരുണ്ടോ? അപ്പോൾ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ അവകാശം. അതിൽ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആസൂത്രിതമായ കൃത്രിമ വോട്ടർമാരെ ചേർത്താൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കാണ്. ഇലക്ഷൻ കമ്മീഷൻ ശുദ്ധീകരിക്കാൻ മാർഗമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത എത്രമാത്രം താഴെ പോയിരിക്കുന്നു എന്നതിന് വേറെ എന്തെങ്കിലും തെളിവ് വേണോ അഭിലാഷ്? ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, അവർ ചേർത്തായിരിക്കും, നിങ്ങൾ കണ്ടുപിടിക്കണമല്ലോ, നിങ്ങളെന്താ കണ്ടുപിടിക്കാതെ ചോദിക്കുന്ന യുക്തി ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത എത്രമാത്രം താഴെ എത്തിച്ചിരിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് അതിനുള്ള കാര്യം. 2, ഇതിലെ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് അതൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ ചർച്ച കേൾക്കുന്ന ആളുകൾ കൂടി, നമ്മൾ പൗരന്മാർ കൂടി അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ഈ ഇലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡ്രാഫ്റ്റിന് മുമ്പുള്ള ഡ്രാഫ്റ്റിൽ, അതായത് ആദ്യം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും, അതുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിച്ചതിന് ശേഷം തിരുത്തലുകൾ വരുത്തി ഒരു പട്ടിക കൂടി നോട്ടിഫിക്കേഷൻ സമയത്ത് പ്രസിദ്ധീകരിക്കും. നോട്ടിഫിക്കേഷന് ശേഷം നോമിനേഷൻ പിൻവലിക്കുന്നത് വരെ, നോമിനേഷൻ സബ്മിറ്റ് ചെയ്യാവുന്ന അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവകാശമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇത് ഞാൻ പറയാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 2 പിന്നീട് 17 ദിവസം കഴിഞ്ഞാൽ 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ദിവസമാണ്. അതായത് ഇത്തവണ സംഭവിച്ചത് പത്രികാ സമർപ്പണം ജൂൺ 2, വോട്ടെടുപ്പ് തീയതി ജൂൺ 19 എന്ന് പറഞ്ഞാൽ പത്രികാ സമർപ്പണത്തിൻ്റെ അന്ന് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഇത് ചേർത്ത കാര്യം പ്രിൻ്റ് ചെയ്ത് പുറത്തു വരുന്നത് പിന്നെയും 5, 6, 7 ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീടൊരു സപ്ലിമെൻ്ററി ലിസ്റ്റ് പുറത്തു വരുന്നത്. പിന്നെ ഒരു സ്ഥാനാർത്ഥിയുടെയും പാർട്ടി ഏജൻറ്റുമാരുടെയും കയ്യിൽ ഈ വോട്ടർ പട്ടിക കിട്ടുന്നത് 6, 7 ദിവസങ്ങൾ മാത്രമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പീക്ക് ടൈമിലുണ്ടാകുന്ന കാര്യമാണ്. ഞാൻ നിരവധി ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർമാരുമായിട്ട്, അത് ഇലക്ഷൻ ചുമതലയുള്ള താലൂക്കിലെയും ജില്ലയിലെയും ഓഫീസർമാരോട് സംസാരിച്ചപ്പോൾ അവർ കൃത്യമായി അവരും ഈ കാര്യം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നോമിനേഷൻ കഴിയുന്നത് വരെ പേര് ചേർക്കാം, പിന്നെ ഇത് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്ന വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ, അവിടെ പരാതി കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല. പരാതി കൊടുത്താലും പരിഹരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളെ കൃത്രിമമായി ചേർത്തു, സിറ്റിംഗ് ഹിയറിംഗ് ഉൾപ്പെടെ നടത്തി മാത്രമേ മാറ്റാൻ പറ്റൂ. ഹിയറിങ്ങിന് സമയമില്ല. ഒരാളെ ഡിലീറ്റ് ചെയ്തു, അയാളെ വിളിച്ച് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ഇതാണ് തൃശ്ശൂർ നടത്തിയ ഇപ്പോൾ ഇവിടെ അഭിലാഷ് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നോമിനേഷൻ വരെയുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ച് നോമിനേഷൻ വരെയുള്ള ആ ദിവസം കൊണ്ട് 1.25 ലക്ഷം വോട്ടർമാർ വന്നു എന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട, അതിൽ 1.25 വരുന്ന 10,70,000-ഓളം വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്തരത്തിലാണ് അത് വന്നു ചേരുന്നത്. അപ്പോൾ ഈ അവസാനത്തെ ഒരു ടൈം, ഇലക്ഷൻ്റെ തൊട്ടു മുമ്പ് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു പ്രോസസ്സ്, ഒരാൾക്കും ചെക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലെ പ്രത്യേകത അഭിലാഷ് നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ വൻകിട ഫ്ലാറ്റുകൾ, ഇത്തരം മുറികൾ, പരസ്പരം BLA-മാർക്ക് സ്വന്തം ഒരു മുറി താമസിക്കുന്നവർക്ക് അപ്പുറത്തുള്ള ആളെ പോലും അറിയാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു ജീവിതത്തിൽ, ബാംഗ്ലൂർ സെൻട്രൽ പോലുള്ള നഗരത്തിൽ ഒരു BLA-ക്കൊന്നും ഒരു മനുഷ്യർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണമെന്നില്ല. അപ്പോൾ ഇത്തരം ആയിരക്കണക്കിന് ആളുകളെ ചേർക്കും. ഒറ്റമുറിയിൽ 80-90 ആളുകളെ ചേർക്കും. ഇരട്ട വോട്ടർമാരെ സൃഷ്ടിക്കും. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ബൂത്ത് ലെവൽ ഏജന്റിന് ഈ എഫിഷ്യൻസി ഉണ്ടാവില്ല. അവർക്ക് എല്ലാവരെയും അറിയാനും മാർഗമില്ല, ശുദ്ധീകരിക്കാനും മാർഗമില്ല. അവിടെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ കള്ളക്കളി വരുന്നത്. അവിടെ ശുദ്ധീകരിക്കാനുള്ള മാർഗം ടെക്നോളജിയാണ്. ഡിജിറ്റൽ വോട്ടർ പട്ടിക കിട്ടിയാൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഫോട്ടോ ഇല്ലാത്ത എത്ര പേർ ഐഡൻറ്റിഫൈ ചെയ്യാം, വീട്ടു നമ്പർ ഇല്ലാത്തവർ ഐഡൻറ്റിഫൈ ചെയ്യാം, പിന്നെ ഇരട്ട വോട്ടർമാർ ഐഡൻറ്റിഫൈ ചെയ്യാം, ഒരു മുറിയിൽ തന്നെ നിരവധി വോട്ടർമാരെ ചേർക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാം. വിത്തിൻ ഒരു മണിക്കൂർ മതി.
അവിടെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ കള്ളക്കളി. ഇന്നും ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഈ നാടിന്റെ ജനാധിപത്യത്തെ ഏറ്റവും സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കടമയുള്ള ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത് അത് പ്രൈവസി നഷ്ടപ്പെടും. എന്ത് പ്രൈവസി? എല്ലാവരുടെയും കൈ വോട്ടർ പട്ടിക കൊടുക്കുകയല്ലേ. ഈ കൊടുക്കുന്ന ഫിസിക്കൽ ഫോമിന്റെ ഹാർഡ് കോപ്പിയുടെ ഡിജിറ്റൽ ഫോം വന്നാൽ ഹാർഡ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ പ്രൈവസിക്ക് പ്രശ്നമില്ല, പക്ഷേ ഡിജിറ്റൽ കോപ്പി കിട്ടിയാൽ പ്രൈവസി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ലോജിക്കുണ്ടോ? അപ്പൊ മനസ്സിലായില്ലേ എന്താ ഉദ്ദേശിക്കുന്നുള്ള കാര്യം. ഹാർഡ് കോപ്പി മുഖാന്തരം പരിശോധിക്കാൻ കഴിയാത്തത് മണിക്കൂറുകൾക്കകം പരിശോധിക്കാവുന്ന ഡിജിറ്റൽ കോപ്പി കൊടുക്കാതിരിക്കുക. 45 ദിവസത്തിനകം ഹൈക്കോടതി വിധി എതിരായി കഴിഞ്ഞപ്പോൾ ഇത് ഒരിക്കലും പരിശോധിക്കപ്പെടാതിരിക്കാൻ CCTV നഷ്ടപ്പെടുത്തുക. അഭിലാഷ്, ഈ രാജ്യം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. ഈ നാടിനെ, ഇന്ത്യയുടെ ഭരണഘടന എഴുതി വച്ചിരിക്കുന്ന ജനാധിപത്യ മതേതര രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പോലെ BJP എന്ന് പറയുന്ന സംഘപരിവാറിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം ഇരിക്കുന്ന ഈ നാട്ടിൽ മനുഷ്യർ ഇറങ്ങിത്തിരിക്കാതെ, ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ ഇറങ്ങിത്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശുദ്ധീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അനന്തകാലത്തേക്ക് ഈ നാട്ടിൽ അടിമകളായി, പൗരന്മാരായല്ല പ്രജകളായി ജീവിക്കേണ്ട അവസ്ഥ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുമെന്നുള്ളതാണ് ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷണറുടെ പത്രസമ്മേളനത്തിന്റെ ബാക്കി പത്രം. ശരി, ശ്രീ വി ശിവദാസൻ, അസാധാരണമാണ് ഇങ്ങനൊരു വാർത്താ സമ്മേളനം. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ മറുപടിയിൽ ഉടനീളം വോട്ട് മോഷണം എന്ന് ആരോപിക്കുന്നത് ശരിയല്ലാത്ത കാര്യമാണ്, അത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണ്, ഞങ്ങൾക്ക് പക്ഷവിപക്ഷങ്ങളില്ല, പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഉള്ള വ്യത്യാസമില്ല, ഞങ്ങൾ നിഷ്പക്ഷരായ അമ്പയർമാരാണ് ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സംശുദ്ധി, അതിൻ്റെ സുതാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഈ രാഷ്ട്രത്തെ ബോധ്യപ്പെടുത്താൻ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന് കഴിഞ്ഞു എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇന്ന് ഉച്ച 3 മണിക്ക് തന്നെ ഞങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രസമ്മേളനം കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു സുവ്യക്തമായ പ്രഖ്യാപനം ഉണ്ടാവും, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇരുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സംസ്കൃതം കലർന്ന ഹിന്ദിയിൽ, സാധാരണ അഖിലേന്ത്യാ തലത്തിലുള്ള ജനങ്ങളെ സംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷൊക്കെയാണ് കേൾക്കാറ്, പക്ഷേ സംസ്കൃതം കലർന്ന ഹിന്ദിയിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ ഈ രാജ്യത്തുയർന്നു വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ക്രിയാത്മകമായിട്ടൊരു മറുപടി ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന കാര്യം. ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അരിയത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന രീതി നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. അതിനും അപ്പുറത്തായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ഒരു പൊതുരീതി. ഇതിനൊപ്പം തന്നെ എന്താണ്, വലിയ പ്രചരണമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതാ പത്രസമ്മേളനം നടത്താൻ പോകുന്നു, കാര്യങ്ങൾ പറയാൻ പോകുന്നു. അങ്ങനെ മല പോലെ വന്ന് എലി പോലെ പോയ ഒരു പത്രസമ്മേളനം ഒന്നും പറയാതെ, ഒരു വ്യക്തതയുമില്ലാതെ സംസാരിച്ചു പോയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂട്രൽ ബോഡി, തിരഞ്ഞെടുപ്പ് വ്യക്തതയാർന്ന നിലയിൽ, സുതാര്യമായ നിലയിൽ നടത്തേണ്ടുന്ന ഏജൻസി, ആ ഏജൻസിയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്ന നിലയിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നു. അതിലേറ്റവും പ്രധാനം എന്താണ്? എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന സമിതിയിൽ നിന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത്? ചീഫ് ജസ്റ്റിസ് ഇല്ലാത്ത നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരു നിയമന സമിതി ഉണ്ടാക്കി? എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും മാത്രമുള്ള സമിതിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന സമിതിയെ മാറ്റി തീർത്തത്? പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മന്ത്രിയും ചേർന്ന് കഴിഞ്ഞാൽ ആര് തെരഞ്ഞെടുപ്പ് കമ്മീഷനാവണം എന്ന് നിശ്ചയിക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഇന്ത്യയുടെ ന്യൂട്രലായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഏജൻസിയെ മാറ്റി തീർത്ത ആരാണ്? അതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശമെന്ത്? ആ ദുരുദ്ദേശം വളരെ വ്യക്തമാണ്. BJPക്ക് ഇനിയും അധികാരത്തിൽ വരണമെങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളുടെ ജനാധിപത്യപരമായ നിലയിലുള്ള വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് വരാൻ കഴിയില്ല. RSSൻ്റെ രാഷ്ട്രീയം നടപ്പിലാക്കണമെങ്കിൽ ഈ രാജ്യത്തിലെ വലിയൊരു വിഭാഗത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റേണ്ടതുണ്ട്. എക്സ്ക്ലൂഷനാണ് അവരുടെ അജണ്ട. അങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിനായ മനുഷ്യരെ വെട്ടിമാറ്റിക്കൊണ്ട് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി RSSും BJPയും ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിയമന അതിൻ്റെ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നതിനുള്ള സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും BJPയുടെ 2 നേതാക്കന്മാർ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കാം എന്ന നിലയിലേക്കുള്ള
ഒരു നിയമന സമിതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നീണ്ട ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനത്തെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേവലമായി ഏതെങ്കിലും ഒരിടത്ത് ബീഹാറിലോ ബംഗാളിലോ അങ്ങനെ ഏതെങ്കിലും ഒരിടത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിലെ കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ വെട്ടിമാറ്റലുകൾക്കോ അപ്പുറത്ത് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ തുറന്നു കാട്ടപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ള കാര്യം. ഇതിനൊപ്പം തന്നെ കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ കേജ്രിവാൾ തിരഞ്ഞെടുപ്പിന് മുമ്പേ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ന്യൂഡൽഹി മണ്ഡലത്തിൽ 5000-ലധികം ആളുകളുടെ വോട്ട് ഇല്ലാതാക്കിയിരിക്കുന്നു, അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു, 7000-ഓളം ആളുകളെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. 7000-ഓളം ആളുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടവർ RSS BJP പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ചർച്ച നാട്ടിലാകെ ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ടോ ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടവരും ഈ വെട്ടിമാറ്റപ്പെട്ടവരുമായിട്ടുള്ള ആളുകളുടെ എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോഴുണ്ടായിട്ടുള്ള ചിത്രം നമുക്ക് വ്യക്തമാകുക. 4000 ചില്ലാനം വോട്ടിനാണ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത്. കേജ്രിവാൾ പറഞ്ഞിട്ടുള്ള ഇക്കാര്യം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറഞ്ഞിട്ടില്ല. കാരണം തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ അവിടെ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയത്തിന് ശേഷം വന്നിട്ടുള്ള വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വർധനവ്, ആ വർധനവ് സംശയം രൂപപ്പെടുത്തി. അവിടെ മാത്രമല്ല, ഉത്തർപ്രദേശിലെ ചില മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ഇപ്പോൾ ഒടുവിൽ കർണാടകയുടെ കാര്യത്തിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത് ഒരു വീട്ടിൽ 80-ലധികം ആളുകൾ. അതിനുമപ്പുറത്ത് ഇവിടെ പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ ബൂത്തിലെ ഏജന്റുമാരില്ലേ, അവിടെ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളില്ലേ, അവർക്ക് ചോദ്യം ചെയ്തുകൂടെ എന്നൊക്കെ പറയുണ്ടായി. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ആളുടെ ഡ്രൈവർ അവിടുത്തെ താമസക്കാരനല്ല എന്നുള്ള പരാതി ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തിന് അവസാന വട്ട പട്ടികയിലും അദ്ദേഹത്തിൻ്റെ പേരുണ്ടായത് എന്നുള്ളത് പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് പരാതി കൊടുത്താൽ തീരുന്നതാണ് ഈ പ്രശ്നമെന്ന് പറഞ്ഞു വെച്ച് പോകുന്നത് അബദ്ധമാണ്. ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നാം കാണാതിരുന്നുകൂടാ. ശരി, ഇവിടെ ശ്രീ ജയസൂര്യൻ നോക്കൂ, ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ബീഹാറിലെ കരട് SIR പ്രസിദ്ധീകരിച്ചത്. കരട് SIR പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള മെഷീൻ റീഡബിൾ PDF ആയിരുന്നു. രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചു വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ പ്രസിദ്ധീകരിച്ച ആ കരട് SIR ഉടനെ ഈ ഡിജിറ്റൽ ഫോർമാറ്റിൽ നിന്ന് മാറ്റി നോൺ മെഷീൻ റീഡബിൾ PDF-ലേക്ക് മാറ്റുന്നു. അന്ന് വരണ്ടുപോയി. ആദ്യമേ ഡിജിറ്റൽ ആയിരുന്ന കരട് SIR രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അങ്ങനെ അല്ലാതാക്കുകയാണ്. ഇന്ന് ഒരു മാധ്യമ പ്രവർത്തക എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു. ഇലക്ഷൻ കമ്മീഷന് വല്ല മറുപടി ഉണ്ടായിരുന്നു? ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി അത് സ്വകാര്യതയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പണ്ടങ്ങാണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട് അത്രേ. ഒന്ന് നോക്കൂ, സ്വകാര്യതയെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ഓഗസ്റ്റ് 1-ാം തീയതി അപ്ലോഡ് ചെയ്ത സമയത്ത് സ്വകാര്യതയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിക്കുന്നത് വരെ ആ സ്വകാര്യതയുടെ പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാമായിരുന്നില്ലേ? ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 14-ാം തീയതി എന്നിട്ട് ഇതേ കരട് SIR മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്വകാര്യതയുടെ പ്രശ്നമില്ലേ? ഒരു തരത്തിലും ജനങ്ങൾക്ക് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ ഒരു ഭരണഘടനാ സ്ഥാപനം വാർത്താ സമ്മേളനത്തിൽ പറയുന്നതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് ശ്രീ ജയസൂര്യൻ? അരിയാഹാരം കഴിക്കുന്നവർക്ക് ദഹിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്, അതായത് ഇപ്പോൾ ഇവിടെ സംസാരിച്ച 2 പേര്, കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രതിനിധികൾ പറഞ്ഞ ഒരു കാര്യം ഈ അരിയാഹാരം കഴിക്കുന്നവരെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയും പിന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിയും ചേർന്നാണ് എന്ന് പറയുമ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പൊട്ടനാക്കുന്ന പരിപാടിയല്ലേ? അതായത് ആർക്കും കൃത്യമായിട്ടറിയാം പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കാര്യം കോൺഗ്രസ് പ്രതിനിധിയും മിണ്ടുന്നില്ല, CPM പ്രതിനിധിയും മിണ്ടുന്നില്ല. അതെന്താ പ്രതിപക്ഷ നേതാവ് മന്ദബുദ്ധിയാണോ? അതോ അയാളുടെ പേര് പറയേണ്ട കാര്യമില്ലേ? അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആ അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ പേര് പറയേണ്ടാത്ത കാര്യമില്ലാത്ത അത്ര വിധ നിർഗുണനാണോ? അദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കി, സൗകര്യപൂർവ്വം കോൺഗ്രസ് ഒഴിവാക്കി, സൗകര്യപൂർവ്വം CPM ഒഴിവാക്കി. എന്നിട്ട് പറയാണ് പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി. അപ്പോ അവിടെ അഭിലാഷേ, ഇതുപോലുള്ള വിവരദോഷങ്ങൾ വിളിച്ചു പറയാൻ അനുവദിക്കരുത്. കാരണം ഞാൻ ഇടയ്ക്കിടെ തെറ്റ് പറയാം. കൃത്യമായി ഇലക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞു. പറഞ്ഞിട്ട് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷന്റെ 2014 ഇലക്ഷൻ
ഇലക്ഷൻ അപ്പോ- കമ്മീഷണറെ നിയമിക്കുന്ന ബോഡിയെ കുറിച്ച് കൃത്യമായി ഞാൻ ഞാനൊന്നും പറഞ്ഞു, ഞാൻ പറയുന്നതിന് ഇടയ്ക്കൊന്നും കയറണ്ട, വാക്ക് കേട്ടില്ലേ? ഇടയ്ക്കൊന്നും കയറണ്ട. ശരി, അല്ല അല്ലെങ്കിൽ തന്നെ രണ്ട് അനുപാതം ഒന്നാണല്ലോ അവിടെ രാഹുൽ ഗാന്ധി അതാണ് പ്രത്യേകിച്ച് കാര്യം. പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്ന് പറയാൻ എന്താ ഇത്ര മടി? പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്ന് പറയാൻ എന്താ ഇത്ര മടി? അപ്പോ അല്ല, പറഞ്ഞത് അവിടെ പ്രതിപക്ഷ കേട്ടില്ലേ? നിങ്ങൾ നേതാവ് എവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് വേണമെങ്കിൽ കേൾക്കുന്നത്? ഇപ്പോഴല്ല, അപ്പോൾ പറയാം. ശരി, രാഹുൽ വിഷയം ഗാന്ധി എന്ന മാറാതിരിക്കും. പ്രതിപക്ഷ നേതാവൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയേണ്ടി വന്നത്. അപ്പോ നിങ്ങൾ അപ്പൊ അതിന്റെ ചർച്ചയൊക്കെ കാര്യം കേൾക്കുക, എന്താണ്? നിങ്ങൾ പറയുന്നത് മാത്രം രാഹുൽ കേട്ടിട്ട് ഗാന്ധിക്ക് പോവാതെ. അപ്പോ വേണമെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷനെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് പറയാമല്ലോ, അന്ന് എതിർക്കാമല്ലോ, അന്ന് പത്രസമ്മേളനം വിളിക്കാമല്ലോ, അന്നൊന്നും പരാതിയില്ല. പിന്നെ പരാതി ഇപ്പോ വരുന്നതിന്റെ കാര്യം എന്താണ്? കർണാടകത്തില് ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ എതിർപ്പ് പറഞ്ഞുകൊണ്ട് രാജിവെച്ച് പോയ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ. കോൺഗ്രസ് മന്ത്രിയാണ് രാജിവെച്ചത്. കാരണം നമ്മൾ ഈ മണ്ടത്തരം പറയരുതെന്ന് അദ്ദേഹമാണ് കോൺഗ്രസിനോട് പറഞ്ഞത്. നമ്മുടെ ഏജന്റുമാരൊക്കെ എവിടെ പോയിരിക്കായിരുന്നു, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, നമ്മൾ നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞത് കോൺഗ്രസ് മന്ത്രിയാണ്. അദ്ദേഹമാണ് രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ ഇത്രയും സുതാര്യമായി ഈ കാര്യങ്ങൾ ഈ രാജ്യത്തിന് മുമ്പിൽ നടക്കുമ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. ജോർജ് സോറോസിന്റെ തിരക്കഥ അവിടെയാണ് എന്റെ ചോദ്യം. സോറോസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇന്ത്യയുടെ എല്ലാ എന്തുകൊണ്ടാണ് സംവിധാനങ്ങളെയും അട്ടിമറിക്കുകയാണ്? വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാ ഡിജിറ്റലായി സംവിധാനങ്ങളും കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ്. കമ്മീഷനുള്ള ബുദ്ധിമുട്ട് ഞാൻ എന്താണ്? അതിലേക്കാണ് വരുന്നത്. ഡിജിറ്റലായി പ്രസിദ്ധീകരിച്ച അല്ല, ഞാൻ വോട്ടർ അതിലേക്ക് പട്ടിക തന്നെ ഡിജിറ്റലായി പ്രസിദ്ധീകരിച്ച ഞാൻ അതിലേക്ക് കരട് തന്നെയാണ് SIR തന്നെ രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ പണി പാളുമെന്ന് കണ്ട് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ബോധോദയം ഉണ്ടായി നോൺ മെഷീൻ റീഡബിൾ PDF ആക്കി മാറ്റിയത് എന്തുകൊണ്ടാണ്? അത് പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചല്ലോ. അപ്പോ പേര് നോക്കി സെർച്ച് ചെയ്താൽ പാടാണ്. പിന്നെ ഇവർ ഈ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് ഓരോ ബൂത്ത് തലത്തിലും ഇത് നോക്കി പിടിച്ചു വരുമ്പോഴത്തേക്കും കാലം ഒത്തിരി ആവുമല്ലോ. ഇങ്ങനെയാണോ സുതാര്യമായ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടതെന്നുള്ള മൗലികമായ ചോദ്യം അവിടെ നിൽക്കുന്നത്. എനിക്ക് ആ വിഷയത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഞാൻ അങ്ങയോട് ആ ചോദ്യം ചോദിക്കുകയും അങ്ങേക്ക് അതിനുള്ള ഉത്തരം പറയാൻ സമയം തരികയും ചെയ്യാം. ശ്രീ ജയസൂര്യൻ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ ആർക്കും പരിശോധനയ്ക്ക് കൊടുക്കാതെ എന്തിനാണ് നശിപ്പിച്ച് കളയുന്നത് എന്നുള്ളതിന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന സമാധാനം എന്താണെന്ന് അറിയോ? ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുകയാണ്, നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ വോട്ട് ചെയ്യുന്നത് പിന്നെ മറ്റുള്ളവരൊക്കെ കാണണോ എന്ന് താലിബാൻ ചോദിക്കുമോ? ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഡിജിറ്റലായി പ്രസിദ്ധീകരിച്ചാൽ അതിൽ സ്വകാര്യതയുടെ പ്രശ്നം, അതേ ഡാറ്റ പ്രിന്റ് ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ സ്വകാര്യതയുടെ പ്രശ്നമില്ല. ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ബോധ്യമാവാത്ത വിധത്തിലുള്ള ന്യായങ്ങൾ, അമ്പരപ്പിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരുന്ന് പറയുക, അതും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇരുന്ന് പറയുക എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒളിക്കാൻ ഒരുപാടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കാര്യവും പറയാനോ വിശദീകരിക്കാനോ കഴിയാതെ വെള്ളം കുടിക്കുകയാണ് എന്ന് സാമാന്യമായി മനസ്സിലാക്കേണ്ടി വരുമല്ലോ. ഇല്ല, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടി വരിക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കോടതിയുടെ നിർദ്ദേശപ്രകാരമായതുകൊണ്ട്, കോടതിയുടെ നിരോധനമുള്ളതുകൊണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് ദുർവ്യാഖ്യാനം ചമയ്ക്കുന്നത്? അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, അതുകൊണ്ട് ഇതുകൊണ്ട് എന്നൊക്കെ. അല്ല, വളരെ സുതാര്യമായ രീതിയിൽ വളരെ കൃത്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും ഇവിടെ അദ്ദേഹം കമൽനാഥ് വേഴ്സസ് CCI എന്ന അപ്പൊ ആ മറുപടിയിൽ അവർ പറഞ്ഞു 5-8 വർഷം മുമ്പുള്ള ഒരു കേസ് കോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് തൊട്ട് മുമ്പുള്ള ദിവസത്തെ കേസ് അദ്ദേഹം കോട്ട് ചെയ്യുന്നില്ല. ഞാൻ വാർത്ത വായിക്കാം. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇൻ ഇറ്റ്സ് August 14, 2025 ruling regarding Bihar Special Intensive Revision SIR of the electoral rolls directed the Election Commission of India to make machine readable electoral rolls available and ensure that voters list on its website are searchable by epic number. അതായത് 3 ദിവസം മുമ്പ് സുപ്രീം കോടതി ഇതേ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞതാണ്, നിങ്ങളുടെ SIR ഇലക്ട്രൽ റോൾസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മെഷീൻ റീഡബിൾ ഇലക്ട്രൽ റോൾസ് ആക്കണം, ഡിജിറ്റൽ ആക്കണം, എപ്പിക് നമ്പർ സെർച്ച് ചെയ്താൽ ആളെ കിട്ടുന്ന വിധത്തിൽ ആക്കണം എന്ന് പറഞ്ഞ സുപ്രീം കോടതി നിർദ്ദേശം അവിടെ ഇരിക്കുകയാണ്. പണ്ടത്തെങ്ങാണ്ട് ഒരു സുപ്രീം കോടതി വിധിയൊക്കെ ഉദ്ധരിച്ച് കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെറുതെ നിങ്ങളുടെ സ്വകാര്യത കളയുന്ന ഏർപ്പാടിനൊന്നും ഞങ്ങളില്ല എന്ന് പറയുന്നത്. അതാണ് ന്യായീകരിക്കാൻ ഏതറ്റവും വരെയും പോകുന്ന ഈ ദയനീയമായ അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനം പോകുന്നതാണ് ജനങ്ങളെ അമ്പരപ്പിക്കുന്നത്. ശ്രീ ജയസൂര്യൻ, അങ്ങനെ ജനങ്ങളെ അമ്പരപ്പിക്കുന്നതായിട്ടുള്ള വ്യാഖ്യാനം വേണ്ട എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന അധികാരം അല്ലെങ്കിൽ ഭരണഘടനാപരമായ സ്ഥാപനം, ആ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ അതിൻ്റെതായ നിയമങ്ങളുണ്ട്, അതിൻ്റെ മുകളിൽ കോടതിയുണ്ട്. അപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലാതെ അവർക്ക് പ്രവർത്തിക്കാനും സാധിക്കില്ല. ആ വസ്തുതകളാണ് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ടും വിശദീകരിച്ചത്. അപ്പോൾ നിലവിലിരിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും കോടതിയുടെ നിർദ്ദേശപ്രകാരവും അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അതനുസരിച്ചെല്ലാം മറുപടി പറയാനിരിക്കുന്ന ഒരു സ്ഥാപനമല്ല ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷനെ അങ്ങനെ പേടിപ്പിക്കാനും വരട്ടാനും നോക്കണ്ട എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്തു. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും റൂളുകളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് തന്നെ വേണം പ്രവർത്തിക്കാൻ. കാരണം അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്.
അപ്പോൾ ആ തരത്തിലാണ് കാര്യങ്ങൾ ചെയ്തത്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ചോദിച്ചല്ലോ. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 5-6 അവസരങ്ങൾ ഉള്ളപ്പോഴൊക്കെ മിണ്ടാതിരിക്കുകയും അപ്പോൾ പരാതി ഇല്ലാതിരിക്കുകയും എന്നിട്ട് ഈ കാലഘട്ടം എല്ലാം കഴിഞ്ഞിട്ട് കേവലം ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ യഥാർത്ഥ മൂല്യത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അവിടെയാണല്ലോ സുതാര്യതയുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് വോട്ടേഴ്സ് ലിസ്റ്റ് എങ്കിൽ അനായാസം ഈ പറയുന്ന പകുതി എഫേർട്ട് ഇല്ലാതെ അനായാസം കുറഞ്ഞ സമയത്തിനുള്ളിൽ വോട്ടർ പട്ടികയിൽ അനോമലികൾ ഉണ്ടോ, മൾട്ടിപ്പിൾ എൻട്രീസ് ഉണ്ടോ, ഒരേ എപ്പിക് നമ്പറിൽ പല വോട്ടുകൾ ഉണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതൊക്കെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഇതിനെ ഡിജിറ്റലൈസ് ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. ഡിജിറ്റലൈസ് ചെയ്ത് ഡിജിറ്റൽ മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ പ്രസന്റ് ചെയ്ത ഡാറ്റ പെട്ടെന്നൊരു നിമിഷം പേടിച്ച് അത് റിവേഴ്സ് ചെയ്ത് നോൺ മെഷീൻ റീഡബിൾ ആക്കാൻ മാത്രമുള്ള കുരുട്ടുബുദ്ധിയൊക്കെ ഇലക്ഷൻ കമ്മീഷന് തോന്നണമെങ്കിൽ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അത്രയും പറഞ്ഞാൽ മതി അങ്ങ്. അല്ല, അതൊരു കുരുട്ടുബുദ്ധിയുമല്ല, പേടിയുമല്ല, യാതൊരു വസ്തുതയുമല്ല. ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് അത് പറയുകയുണ്ടായി. അത് നിലവിലിരിക്കുന്ന നിയമത്തിനും കോടതിയുടെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് എന്ന് വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ ഓഗസ്റ്റ് 1-ാം തീയതി ഡ്രാഫ്റ്റ് SIR പ്രസിദ്ധീകരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണോ നിലവിലുള്ള നിയമം അങ്ങനെയാണെന്ന് തോന്നിയത് ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക്? അതുവരെ അറിയില്ലായിരുന്നോ? ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഓഗസ്റ്റ് 1-ാം തീയതി അപ്ലോഡ് ചെയ്ത പ്രസിദ്ധീകരിച്ച പട്ടിക മെഷീൻ റീഡബിൾ ഡിജിറ്റൽ ഫോർമാറ്റിലായിരുന്നു, മെഷീൻ റീഡബിൾ PDF ഫോർമാറ്റിലായിരുന്നു. അതാണ് പിന്നീട് മാറ്റിയത്. പെട്ടെന്ന് മാറ്റാണ്, പെട്ടെന്ന്. അതാ ഞാൻ പറഞ്ഞത് പേടിച്ചു പോയോ എന്ന് ചോദിച്ചത് നേരത്തെ. അല്ല, അത് പേടിച്ചു പോയതല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൃത്യമായി പറഞ്ഞല്ലോ. ഈ രാജ്യത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ അതേ പാറ്റേണിലാണ് ഇതും വരുന്നത്. ഇപ്പോൾ ഈ നിമിഷം വരെ നോക്കിയാൽ യഥാർത്ഥത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴികെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും BJP ആണ്, RSS ആണെന്ന് പറയുന്ന വ്യാജ നറേറ്റീവാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് BJP ആണ്, RSS ആണ്, കോടതി BJP ആണ്, RSS ആണ്, ഇലക്ഷൻ കമ്മീഷൻ BJP ആണ്, RSS ആണ്, അങ്ങനെ എല്ലാം CBI എല്ലാം BJP ആണ്, RSS ആണെന്ന് പറയുന്ന നറേറ്റീവ് ഉണ്ടല്ലോ. രാജ്യത്തെ അട്ടിമറിക്കാനുള്ള ഡീപ് സ്റ്റേറ്റ് തന്ത്രമാണ്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ ഉപയോഗിച്ചത്, ഇത് തന്നെയാണ് പല രാജ്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ തന്ത്രമാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള അടിസ്ഥാനപരമായ വസ്തുതകൾക്ക് ശേഷമാണല്ലോ ഗൂഢാലോചന സിദ്ധാന്തങ്ങളിലേക്ക് പോവേണ്ടത്. ശ്രീ M. ലിജു, ഇവിടെ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ, യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്നല്ല, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ പരൺജോയ് ഗുഹ തക്കൂർത്ത് തന്നെ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ 65,000 വോട്ടർമാരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ആ ലിസ്റ്റ് കോടതി പറയും വരെ പ്രസിദ്ധീകരിക്കാൻ പോലും തയ്യാറാകാത്തത് എന്ത് എന്ന് ചോദിച്ചു. എന്ത് മറുപടി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് നമ്മൾ കേട്ടതാണ്. മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടിക, മഹാരാഷ്ട്രയിലെ 5 മണിക്ക് ശേഷമുള്ള വോട്ടിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയാം. മഹാരാഷ്ട്രയിൽ പുതുതായി ചേർക്കപ്പെട്ട, അതായത് ഫോം 6 അനുസരിച്ച് ഈ കന്നി വോട്ടർ എന്നുള്ള നിലയിൽ ചേർക്കപ്പെട്ട വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും എന്താണ് പറയുക 50 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ വോട്ടാണ് എന്നുള്ള ഡാറ്റ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് സംശയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അഡ്രസ് ചെയ്യേണ്ട ബാധ്യത നിശ്ചയമായും ഈ രാജ്യത്തോട് പറയേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. അതിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ഉത്തരങ്ങളെ എങ്ങനെ കേൾക്കണം? അഭിലാഷ്, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ പറഞ്ഞാണ് തുടങ്ങിയത് തന്നെ. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്ന 3-അംഗ സമിതിയിൽ നേരത്തെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ആയിരുന്നെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വന്ന് ചീഫ് ജസ്റ്റിസിനെ എടുത്തു മാറ്റി പകരം ഒരു BJP മന്ത്രിയെ തീരുമാനിച്ചു, ക്യാബിനറ്റ് മന്ത്രിയെ. അപ്പോഴും പ്രതിപക്ഷ നേതാവ് അവിടെയുണ്ട്. അപ്പോൾ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരൊറ്റ ആരോപണത്തിനും പോലും അതിനെ നിഷേധിക്കാൻ, വസ്തുതാപരമായി നിഷേധിക്കാൻ ഇലക്ഷൻ കമ്മീഷന് സാധിച്ചില്ല. ഇവിടെ അഭിലാഷ് ചർച്ചയെ പറഞ്ഞതുപോലെ എത്ര മുട്ടാന്യായങ്ങൾ. ഡിജിറ്റലായി പ്രസിദ്ധീകരിച്ചിരുന്നൊരു വോട്ടർ പട്ടിക ആരോപണം വന്നപ്പോൾ എടുത്തു മാറ്റിയിട്ട് പറയും ഞങ്ങൾ തരത്തില്ല. ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ സ്വകാര്യതയെക്കുറിച്ചാണ് പറഞ്ഞത്, കോടതി വിധിയുണ്ടെന്ന്. വസ്തുതയാണോ അഭിലാഷ്? ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച്, തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ വളരെ പിന്നിലായിരുന്ന BJP 11 ജില്ലകളിലെ മാത്രം സീറ്റുകൾ കൊണ്ടാണ് ഈ ഒരു ഹരിയാനയിൽ അധികാരത്തിൽ വന്നത്. തൊട്ട് പിന്നാലെ മെഹ്മൂദ് പ്രാച്ച എന്ന് പറയുന്ന ആള് ഹരിയാന പഞ്ചാബ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു, ഡിജിറ്റൽ ഫോർമാറ്റ് ആവശ്യപ്പെട്ടു. എതിർത്തപ്പോൾ പറഞ്ഞത് ഇയാൾ ഹരിയാനക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ എതിർത്തത്. പക്ഷേ കോടതി അതിനെ തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞു ജനങ്ങളുടെ അവകാശമാണ് ഡിജിറ്റൽ ഫോർമാറ്റ് ഉൾപ്പെടെ ലഭിക്കുക എന്നത് കോടതിയുടെ ജനങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നു. തൊട്ട് പിന്നാലെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് ഇലക്ഷൻ കോണ്ടക്ട് റൂൾസ് തന്നെ. എന്ന് പറഞ്ഞാൽ കോടതി വിധിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കോണ്ടക്ട് റൂൾസിന് തന്നെ ചേഞ്ച് വരുത്തി. 93 Clause 2A ചേഞ്ച് വരുത്തിയിട്ട് ആ രേഖകൾ നൽകാനുള്ള പ്രൊവിഷൻ അമെൻഡ് ചെയ്തു.
നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. രാജ്യത്തെ കോടതി വിധിച്ചത് കൊടുക്കാനാണ്. കൊടുക്കുമ്പോൾ നിയമത്തിനെ തന്നെ ഭേദഗതി ചെയ്ത്, ഇലക്ഷൻ കോണ്ടക്ട് റൂൾസിനെ തന്നെ ഭേദഗതി ചെയ്ത് കൊടുക്കില്ല എന്ന് പറയുന്നു. ട്രാൻസ്പെറൻസി എന്നൊരു സാധനം വേണ്ടേ അഭിലാഷ് ഇവിടെ ഈ രാജ്യത്ത്? വോട്ട് ചെയ്യേണ്ട വോട്ടർ പട്ടികയെ പരിശോധിക്കാൻ അവസരമില്ല. വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് കള്ളയോട്ടാണോ എന്ന് പരിശോധിക്കാൻ ആകെയുള്ള മാർഗമായിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ അത് പുറത്തുവിടില്ല. അത് 45 ദിവസം കഴിഞ്ഞാൽ നശിപ്പിച്ച് കളയും. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അസംബ്ലി തിരിച്ച്, സാധാരണ നമുക്കറിയാം അസംബ്ലി തിരിച്ചുള്ള പോളിംഗ് ശതമാനം പുറത്തില്ല, ജില്ലാ തിരിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ. മഹാരാഷ്ട്ര പോലൊരു തെരഞ്ഞെടുപ്പിൽ 5 മണി കഴിയുമ്പോൾ 10ഉം 11% പോളിംഗ് വർധന ഉണ്ടാവുകയാണ്. എങ്ങനെ സംഭവിക്കുന്നു പോലും അറിയാൻ കഴിയാത്ത പോളിംഗ് വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ രാജ്യത്തെ യഥാർത്ഥത്തിൽ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് ഇവർ പറഞ്ഞു, ഡീപ് സ്റ്റേറ്റ് സംഘപരിവാറാണ്. നിങ്ങളുടെ നാഗ്പൂരിൽ ഇരുന്ന് നിയന്ത്രിക്കുന്ന ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കാൻ, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലാതാക്കാൻ, ഇതൊരു മതേതര രാഷ്ട്രമല്ലാതാക്കാൻ, നിങ്ങളുടെ അധികാരത്തിന് താഴെ ഈ നാട്ടിലെ മനുഷ്യരെ, ഭരണഘടന നിലവിൽ വന്ന് സ്വാതന്ത്ര്യം കിട്ടി പൗരന്മാരായ അവകാശമുള്ളൊരു മനുഷ്യരെ നിങ്ങളുടെ പ്രജകളാക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളാണ് നടക്കുന്നത്. ഇലക്ഷൻ കമ്മീഷണറുടെ CBI പറഞ്ഞു, നിങ്ങളെല്ലായിടത്തും നിയമങ്ങൾ മാറ്റിയില്ലേ? ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനത്തിൽ ചീഫ് ജസ്റ്റിസിന് റോളില്ല. CBI ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവിടെ എല്ലാം തന്നെ സെലക്ഷൻ ബോഡിയിൽ തന്നെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. സുപ്രീം കോടതി കൊളീജിയത്തിൽ തന്നെ എന്താണ്, നിങ്ങൾ ജഡ്ജിമാരുടെ നിയമനത്തിൽ തന്നെ എത്രമാത്രം ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ BJP വക്താവായിരിക്കുന്ന ആരതി സാത്തെ ഇതുപോലെ അഡ്വക്കേറ്റ് ജയസൂര്യനെ പോലെ, ഭാവിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യനും ഹൈക്കോടതി ജഡ്ജായിട്ട് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹത്തിന് ഏജ് ലിമിറ്റൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെ നിരവധി ആളുകൾക്ക് ഇപ്പം നമ്മുടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ വരാവുന്ന സ്ഥിതിയിൽ ഒരു 5 വർഷം കൂടെ ഒക്കെ ഭരിച്ചാൽ ഭാവിയിൽ അതും കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് സംശയിക്കേണ്ട. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. അപ്പോൾ ഈ നാടിൻ്റെ ഒരു സ്ഥിതി ഞാൻ പറയാം, എല്ലാ ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇവർ കീഴടക്കാൻ ശ്രമിക്കുന്നു. വോട്ടർ പട്ടികയിൽ ട്രാൻസ്പെറൻസി ഇല്ല, ദൃശ്യങ്ങൾ പുറത്തുവിടില്ല, ഡിജിറ്റൽ ദൃശ്യങ്ങൾ കൊടുക്കില്ല, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ കോടതി വിധിച്ചാൽ അതിനെ ഭേദഗതി ചെയ്യും. ഈ ഒരു അവസ്ഥയിലൂടെ നടന്നു പോകുന്ന ഒരു രാജ്യം എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് അഭിലാഷ് കടന്നു പോകുന്നത്? നമ്മളൊരു വലിയ പ്രതിസന്ധിയിലാണ്, ഒരു സംശയവും വേണ്ട. ജനങ്ങളുടെ അതിശക്തമായ ജനമുന്നേറ്റത്തിലൂടെ ഇത് തിരുത്താൻ സാധിക്കുകയുള്ളൂ, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ശരി, ശ്രീ വി ശിവദാസൻ, ഒരുപാട് ആരോപണങ്ങൾ ഈ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഉണ്ടായി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വോട്ടെടുപ്പ് അവസാനിച്ച സമയത്തെ പോളിംഗ് ശതമാനവും പിന്നീട് വന്ന ദിവസങ്ങൾക്ക് ശേഷം അന്തിമ പോളിംഗ് ശതമാനത്തിൽ വന്ന ഡിഫറൻസ് അത് സാധാരണയിലുള്ളതിനേക്കാൾ അധികമാണ് എന്ന ആരോപണം അന്ന് തന്നെ വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് അത് വിശദീകരിച്ചതാണ്. ഇവിടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പറഞ്ഞു 5 മണിക്ക് ശേഷവും ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ പോളിംഗ് അവസാനിച്ചതിന് ശേഷവും ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് വോട്ടവകാശമൊക്കെ ഉണ്ട്. സ്വാഭാവികമായും 1% ഒക്കെ വർധനവ് വരേണ്ടതുമാണ്, 1.5%. പക്ഷേ വളരെ വളരെ കൂടുതലായ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തിലുള്ള വലിയ വർധനവ് രേഖപ്പെടുത്തിയത് പല ആളുകളും സംശയത്തോടു കൂടി കാണുകയുണ്ടായി. ഇന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെട്ടു. ഒപ്പം ഈ ബീഹാറിലെ SIRന്റെ കാര്യം, ബീഹാറിലെ SIRൽ ഒഴിവാക്കപ്പെട്ട ആളുകളുടെ പട്ടിക ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടാണ് പ്രസിദ്ധീകരിപ്പിക്കുന്നതും. അതനുസരിച്ച് പ്രസിദ്ധീകരിക്കണം. ആധാർ ഈ കാര്യങ്ങൾ കണ്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു രേഖയായി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയതൊക്കെ നമുക്കറിയാവുന്നതാണ്. കോടതികൾ നിരന്തരമായി ഇടപെടേണ്ടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട ഒന്നല്ല, മറിച്ചൊരു പാറ്റേൺ ദൃശ്യമാവുന്നതായി നമുക്കിതിൽ നിന്ന് കാണാം. ഇന്നിപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷണർമാർ വാർത്താ സമ്മേളനം നടത്തി ജനങ്ങൾക്ക് വ്യക്തത കൊടുക്കുകയാണോ അതോ കൂടുതൽ കൺഫ്യൂഷനും സംശയവും ഉണ്ടാക്കുകയാണോ ചെയ്തത്? ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ BJPയുടെ പ്രതിനിധി ആ തെരഞ്ഞെടുപ്പ് സമിതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് സംസാരിക്കുന്നത് കേട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന സമിതിയിൽ നിന്ന് എന്തുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിനെ നിങ്ങൾ ഒഴിവാക്കിയത്? അതാണ് ചോദ്യം. നേരത്തെ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, അദ്ദേഹം തുടരുന്നു. ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് ബോധപൂർവവും ഇന്ത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള RSS BJP ഗൂഢാലോചനയുടെ ഭാഗവുമാണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. അങ്ങ് ഇത് കേൾക്കാതെ പോയത്, അങ്ങ് അറിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവും ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ്. കാരണം ഇന്ത്യ രാജ്യത്തിലെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്, മാധ്യമങ്ങളാകെ ചർച്ച ചെയ്തതാണ്. അങ്ങയെപ്പോലുള്ള ഒരാൾ പത്രം വായിക്കാത്ത ഒരാളാണ്, മാധ്യമ ചർച്ചകൾ കാണാത്ത ഒരാളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നിട്ടും എന്തേ അങ്ങ് അറിയാതെ പോയി? രാജ്യത്ത് വലിയ സമരം ഉണ്ടായി അതിനെതിരായിട്ട്. പാർലമെൻറ്റ് സ്തംഭിച്ചു. BJP നേതാവ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി അവിടെ താൻ നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രി എന്ന് എഴുതി ചേർത്ത് വെച്ചത്, അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്. ഈ നിയമം
രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണോ? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ മാറ്റി BJP നേതാവായ മന്ത്രിയെ സമിതിയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ എന്ത് നേട്ടമാണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ ഉദ്ദേശിച്ച നേട്ടം BJP ഓഫീസിലിരുന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിശ്ചയിക്കാം എന്നുള്ളതാണ്. BJP ഓഫീസിൻ്റെ പ്രസിഡന്റിൻ്റെ റൂമിലിരുന്നിട്ട് നിങ്ങൾക്ക് ആരൊക്കെ വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നിശ്ചയിക്കാൻ പറ്റുന്നതിലേക്ക് മാറുന്നു. TN ശേഷൻ നമ്മുടെ മുമ്പിലുണ്ട്, അങ്ങനെ കുറേ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള ആൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളതും എങ്ങനെയാണ് അയാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വന്നിട്ടുള്ളതെന്നുള്ള ചർച്ച നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യത സംരക്ഷിക്കുന്നതിന് ഉയർന്നു വരുന്ന വിമർശനങ്ങളോട് സുതാര്യമായ നിലയിൽ കൃത്യമായ മറുപടി നൽകുക എന്നുള്ളതാണ് വേണ്ടത്. ഇവിടെ ചെയ്തിട്ടുള്ള എന്താണ്? വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുകയും തങ്ങളുടെ പിശകുകളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിന്ദ്യമായിട്ടുള്ള ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുണ്ടായി എന്നുള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച പത്രപ്രവർത്തകന്മാരോട് നൽകിയിട്ടുള്ള മറുപടി അതിൻ്റെ വ്യക്തമായിട്ടുള്ള ചിത്രമാണ് നൽകുന്നത്. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിജിറ്റൽ ഫോർമാറ്റിൽ നിങ്ങൾ വോട്ടർ പട്ടിക നൽകാത്തത്? എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനകത്തുള്ള വോട്ടർമാരുടെ വോട്ട് ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാൻ മടിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളിത് നശിപ്പിച്ചത്? ഈ ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും സൂക്ഷിക്കാനുള്ള ഡാറ്റാ സംവിധാനം നിങ്ങൾക്ക് ഇല്ലാതെ പോയതുകൊണ്ടാണോ? അതല്ല, ഈ സിസ്റ്റമാകെ ഈ നിലവിലുള്ള ഡാറ്റ മുഴുവൻ നിങ്ങൾ നശിപ്പിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളെ തന്നെ പ്രതിസന്ധിയിലാക്കും എന്നുള്ളത് കൊണ്ടാണോ? തുടങ്ങിയ ചോദ്യങ്ങൾ നിൽക്കുകയാണ്. ഈ ചോദ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയൊക്കെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നാം മറ്റൊന്നുകൂടി കാണേണ്ടതുണ്ട്. അതെന്താണ്? ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലെ അംഗമായിട്ടുള്ള ഒരാളുടെ ഭർത്താവ് മിസ്റ്റർ പ്രഭാകർ, അദ്ദേഹം എക്കണോമിസ്റ്റാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ, അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായിട്ടുള്ള അട്ടിമറിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന നിലപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത്? ഇത് ഒരാളുടെ മാത്രമല്ല, BJPക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ നടത്തുന്ന ആളുകൾ ഇവിടെ കോടതിയിലേക്ക് എത്തുന്നു, കോടതിയിൽ ജഡ്ജിമാരായി മാറുന്നു. അങ്ങനെയുള്ള ആളുകളെ ജഡ്ജിമാരാക്കുന്നതിന് നിയമനങ്ങളിൽ ഇടപെടാൻ എന്താണ് നിങ്ങൾക്ക് ഒരു വാശി? ലഫ്റ്റനന്റ് ഗവർണർമാർ, നിങ്ങൾ അവരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ നോക്കുന്നു. ഗവർണർമാരെ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ നോക്കുന്നു. സംസ്ഥാനങ്ങളിലെ അങ്ങ് പറഞ്ഞു, സംസ്ഥാനങ്ങളിലെ ജീവനക്കാർ ഭൂരിപക്ഷവും പ്രതിപക്ഷത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്നവരല്ലേ, എന്തുകൊണ്ട് ജീവനക്കാർ ഇടപെടുന്നില്ല എന്നുള്ളത്. അങ്ങക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ ജനപ്രാതിനിധ്യ നിയമത്തെക്കുറിച്ച് വ്യക്തതയുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ആ ജനപ്രാതിനിധ്യ നിയമത്തിലെ 343 അല്ലെങ്കിൽ 244 ഒക്കെ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ എന്താണ്? തെരഞ്ഞെടുപ്പിലെ ജീവനക്കാർ ഒരാൾ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ജീവനക്കാരനാണ്. സംസ്ഥാന സർക്കാരിന്റെ യാതൊരുവിധ ഉത്തരവുകളും അംഗീകരിക്കാനോ നടപ്പിലാക്കാനോ ഉള്ള ബാധ്യത അദ്ദേഹത്തിനില്ല. അത് അങ്ങ് മറന്നുപോരുത് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കുക. ശരി, ഇവിടെ ഇപ്പോ നിർമ്മലാ സീതാരാമന്റെ ജീവിത പങ്കാളിയായ പറക്കാല പ്രഭാകർ 79 മണ്ഡലങ്ങളിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നും ക്രമക്കേടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തേനെ എന്ന് വരെയും പ്രസംഗിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊരു ആളുടെ അഭിപ്രായം എന്നുള്ള നിലയിൽ വേണമെങ്കിൽ കണ്ടേക്കാം ശ്രീ ജയസൂര്യൻ. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള വളരെ ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പക്ഷേ കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്ന് മാത്രമല്ല, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഒരു ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്, ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തെക്കുറിച്ചാണ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ BJP ഔദ്യോഗികമായി വാർത്താ സമ്മേളനം നടത്തി, അനുരാഗ് ഠാക്കൂർ വാർത്താ സമ്മേളനം നടത്തിയ 6 മണ്ഡലങ്ങളിൽ കുഴപ്പമുണ്ട് എന്നാണ് പറഞ്ഞത്. വയനാടും റായ്ബറേലിയും അടക്കം അഭിഷേക് ബാനർജിയുടെയും അതുപോലെ തന്നെ നമ്മുടെ മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവിന്റെയും മണ്ഡലങ്ങളിലൊക്കെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്നാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ മണ്ടത്തരങ്ങളായിരുന്നു, അത് വേറെ വിഷയം. എന്നാൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചത് BJP കൂടിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് ഒരു BJP പ്രതിനിധി എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെ പറയും? ഇപ്പോൾ BJP ഉന്നയിച്ച ആരോപണം കളവായിരുന്നോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ വരുന്ന കോടിക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയൻ അംഗങ്ങളല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ പറയേണ്ടായ മറുപടി, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മാത്രമല്ലേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ, അവർ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെയും BJPയുടെയും ഏജന്റുമാരെ
ബൂത്തിനകത്തിരുത്താതെ അടിച്ചോടിക്കപ്പെടുന്ന സംഭവങ്ങൾ ഇപ്പോഴും നിലവിലുണ്ടല്ലോ. അവിടെ ബൂത്തിൽ കടക്കാൻ പോലും കോൺഗ്രസിനും ബി ജെ പിക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരമാണോ അങ്ങനെ നടക്കുന്നത്? അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലും ഏകപക്ഷീയമായി ഇലക്ഷനെ ഹൈജാക്ക് ചെയ്യുന്ന CPM-ന്റെ ഇത്തരം നടപടികൾ നടക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചതുകൊണ്ടും അവർ ഉത്തരവ് കൊടുത്തതുകൊണ്ടും നടക്കുന്ന കാര്യമാണോ? 90%, 95% ആൾക്കാർ വന്ന് വോട്ട് ചെയ്യുന്നു. മരിച്ചുപോയവരെ കാണാൻ വേണ്ടി ബന്ധുക്കൾ ദൂരെ വന്ന് കാത്തു നിൽക്കുന്നു. വോട്ടിന്റെ അന്ന് മരിച്ചുപോയവരൊന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നു. ഇതൊക്കെ കണ്ണൂർ പകൽ പോലെ വ്യക്തമായി നടക്കുന്ന കാര്യമല്ലേ? ആരെങ്കിലും ചോദ്യം ചെയ്താൽ അടിക്കലേ അവിടെ BJP-യുടെ ഞങ്ങളുടെ ഏജന്റുമാരെ അവിടെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഞങ്ങളുടെ കാവലും വേണം. ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന പ്രശ്നബാധിത ബൂത്തുകൾ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും അവിടെ സമ്പൂർണ്ണമായ വെബ് കാസ്റ്റിംഗ് ഏർപ്പെടുത്തുകയും CCTV മുഴുവനായി റെക്കോർഡ് ചെയ്യുകയും കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടു ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് കേട്ടോ ഉന്നയിക്കുന്നത്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കഴിവുകളല്ലേ? അപ്പൊ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ വെബ് കാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കണ്ടേ? അവർ 45 ദിവസം കഴിഞ്ഞ് അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞോ ആവോ? അല്ല, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഡൽഹിയിലിരിക്കുന്ന 3 പേരല്ലല്ലോ കണ്ണൂർ വന്നിട്ട് ഈ ക്യാമറ വെക്കുന്നതും ക്യാമറ നോക്കുന്നതും. ഇവിടെ കേരളത്തിലിരിക്കുന്ന ട്രേഡ് യൂണിയന്റെ അംഗങ്ങളല്ലേ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ മുഖേന ഈ കാര്യങ്ങളെ അട്ടിമറിക്കുകയല്ലേ ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷന് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ 3 പേർക്ക് കണ്ണൂർ വന്നിട്ട് എല്ലാ ബൂത്തും പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എന്ത് നിർദ്ദേശം കൊടുത്താലും അത് നടപ്പാക്കുന്ന സംവിധാനങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് BJP-യുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരല്ലല്ലോ. അവര് LDF-ന്റെയും UDF-ന്റെയും ട്രേഡ് യൂണിയനുകളുടെ അംഗങ്ങളും പ്രവർത്തകരുമാണല്ലോ. അപ്പൊ അവർക്ക് ഇലക്ഷൻ അട്ടിമറിക്കാം. അങ്ങനെ ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ആർക്കും യാതൊരു പരാതിയുമില്ല. ഇത് മുഴുവൻ ഇലക്ഷൻ കമ്മീഷന്റെ കുറ്റമാണ് എന്ന് പറയാൻ സാധിക്കും. ഇതൊക്കെ പകൽ പോലെ വ്യക്തമായി കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. ആദ്യ അവസരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ വളരെ സുതാര്യമായിട്ടാണ് നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് അവകാശപ്പെട്ടതും വളരെ സുതാര്യമായിട്ടും കുറ്റമറ്റ രീതിയിലുമാണ് ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. BJP തന്നെയും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഗുരുതരമായിട്ടുള്ള അനോമലീസ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. അതായത് ഇലക്ഷൻ കമ്മീഷനോടുള്ള വിമർശനമാണല്ലോ, നിങ്ങൾ നടത്തിയിട്ടുള്ള ഇലക്ഷനിൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് BJP തന്നെയും വിമർശിച്ചു. അപ്പോൾ ഏതാണ് ശരി? ഇലക്ഷൻ കമ്മീഷൻ ഇത് വൃത്തിക്ക് നടത്തുകയാണോ അതോ ഇലക്ഷൻ കമ്മീഷന്റെ പട്ടികയിൽ കുഴപ്പമുണ്ടോ? ഇത് രണ്ടും കൂടി ശരിയാവില്ലല്ലോ. അതാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ, ഞാൻ അത് ആദ്യം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, പ്രതിപക്ഷത്തിന് കോൺഗ്രസിന് CPM-നൊക്കെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, BJP-യെക്കാളൊക്കെ എത്രയോ പഴക്കമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. CPM അവരെ സംബന്ധിച്ചിടത്തോളം എത്രയോ അടുത്ത് ഭരണപരിചയമുള്ള പാർട്ടിയാണ്. ഇപ്പോഴും കേരളമടക്കം ബീഹാർ അടക്കം എല്ലായിടത്തും എല്ലാ ബൂത്തിലും സ്വാധീനമുള്ള പാർട്ടിയല്ലേ ഈ പ്രതിപക്ഷ പാർട്ടികൾ. ആ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിയമപരമായിട്ട് നിലനിൽക്കുന്ന 6 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞല്ലോ, 6 ഘട്ടങ്ങളിൽ ഈ ഇലക്ഷന്റെ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനും ചോദ്യം ചെയ്യാനും കേസ് കൊടുക്കാനും ചലഞ്ച് ചെയ്യാനും ഒക്കെ അവസരം നേരത്തെ പറഞ്ഞ കാര്യം. അക്ഷരമിണ്ടാതെ ഒരു പരാതി പോലും കൊടുക്കാതിരുന്നു എന്നിട്ട് ഈ 8 മാസം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ട് ആരോപണവും ഉന്നയിച്ച് വരുന്നതിനെയാണ് ഞാനിവിടെ ചോദ്യം ചെയ്തത്. അതിന്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളെയും സംശയത്തിന്റെ നിഴലിലാക്കുകയും കോൺഗ്രസ് ബാംഗ്ലൂർ സെൻട്രൽ ഈ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഈ നീക്കം. പരാതി പറഞ്ഞത് എങ്കിൽ BJP 6 മണ്ഡലത്തെ കുറിച്ച് പരാതി പറഞ്ഞു. അതിലെ ഒരു മണ്ഡലം കേരളത്തിലെ വയനാടായിരുന്നു. അപ്പോ നിങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല, കോൺഗ്രസ് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തലാവോ? BJP തന്നെ പറഞ്ഞല്ലോ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടുകളുണ്ട്, ഒരു മൈമൂന 3 വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ അനുരാഗ് ഠാക്കൂർ. പിന്നെ അന്വേഷിച്ചു വന്നപ്പോൾ അത് 3 മൈമൂനായിരുന്നത് വേറെ വിഷയം. എന്നാൽ പോലും പറഞ്ഞല്ലോ നിങ്ങളും. അതേന്നെ, ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയേണ്ടപ്പോൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതികളെ പോലും എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാത്തതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ പല കാര്യങ്ങളും ഇവിടെ ആരോപിക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഇപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ചൊക്കെ ആരോപണം വരുമ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇതാണ്, ഇലക്ഷന്റെ നിയമമനുസരിച്ച് ഏത് രീതിയിൽ വോട്ട് ചേർക്കാം, എവിടെയൊക്കെ വോട്ട് ചേർക്കപ്പെടാം, ഇതിന്റെ നിയമം അനുസരിച്ചാണെങ്കിലും വ്യാജ അഡ്രസ്സിൽ വോട്ട് ചേർക്കാൻ പറ്റില്ല. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇല്ലാത്ത അഡ്രസ്സിലാണ് വോട്ട് ചേർത്തത്. അതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. ശ്രീ M. ലിജു, മത്സരം നിയന്ത്രിക്കേണ്ട അമ്പയറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷെ ആ കമ്മീഷൻ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരുക്കി തരുന്നില്ല എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. അത് ചൂണ്ടിക്കാണിച്ചു, അത് പക്ഷെ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്,
എന്ന് പറയുന്നു. പ്രതിപക്ഷത്തിന് നേരെ ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇതിൽ തീരുമാനം കറക്റ്റ് ചെയ്യേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിയുകയാണ്. അതാണല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി ഇതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. ജനങ്ങളുടെ അവയർനെസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ വോട്ടർക്കും ഓരോ വോട്ടിനെ കുറിച്ചും ജാഗ്രത ഉണ്ടാകും. അതാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് നോക്കാം, സ്വാഭാവികമായ ഒരു ജനകീയ പ്രക്ഷോഭം മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഘട്ടത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇപ്പോഴേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലോ. അത് മാത്രമല്ല, അത് ഒരു കാര്യം ഞാൻ നേരത്തെ അതിൻ്റെ ലൂപ്പ് ഹോൾസ് പറഞ്ഞു. ശ്രീ ജയസൂര്യൻ അതിനൊരു മറുപടിയും പറഞ്ഞില്ല. അതായത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന് നോമിനേഷൻ നൽകുന്നത് വരെയുള്ള ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സിസ്റ്റം ഇവിടെ നിലനിൽക്കുമ്പോൾ പിന്നീട് 10-12 ദിവസം മാത്രം ഇലക്ഷൻ തീയതിയിലേക്ക് അവശേഷിക്കുന്ന ദിവസങ്ങളിൽ പിന്നെ ഇത് പ്രിൻ്റ് ചെയ്ത് വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ പിന്നെ ആകെ ഒരു പാർട്ടിക്കോ ഒരു വ്യക്തിക്കോ പരിശോധിക്കാൻ അവസരം ലഭിക്കുന്ന 5-8 ദിവസമാണ്. ഇതാണ് ലൂപ്പ് ഹോൾ. ഇവിടെയാണ് പരമാവധി വോട്ടർമാരെ ചേർക്കുന്നത്. നോമിനേഷൻ വരെയുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നോമിനേഷൻ വരെയുള്ള സമയത്ത് ഇങ്ങനെ തിരികെ ചേർക്കുന്ന ആയിരക്കണക്കിന് വോട്ടർമാരെയാണ് പരിശോധനയില്ലാതെ അവസാന ഘട്ടത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലാണെങ്കിൽ ആർക്കും പരിശോധിക്കാൻ സാധിക്കില്ല. ഇതൊരു ലൂപ്പ് ഹോളാണ്. വളരെ കൃത്യമായി കോടതികൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യം ജനമാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി 65 ലക്ഷം വോട്ടർമാരെ ഇത്തരത്തിൽ ഒഴിവാക്കിയിരിക്കുന്ന വിഷയത്തിൽ ശ്രീ കെ.സി. വേണുഗോപാലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതി പറഞ്ഞു ഡിജിറ്റൽ വോട്ടർ പട്ടിക കൊടുക്കണം, അത്തരത്തിൽ സൂക്ഷ്മമായി ജനങ്ങൾക്ക് പരിശോധിക്കാൻ അവസരം കൊടുക്കണം. എന്തായാലും ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്റെ പരമമായ അവകാശമാണ് അവന്റെ സമ്മതിദാന അവകാശം. അത് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. അത് കൃത്യമായി കമ്മീഷനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.